അതെ, കാരണം ഇപ്പം 12th കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ബോർഡിന് വേണ്ടി പഠിച്ച് അങ്ങനെ വരുന്നൊരു അറ്റ്മോസ്ഫിയർ മാറിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലേക്ക് വന്ന ഇയർ ആയിരുന്നു സൈലം. അപ്പൊ ആ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലേണിംഗ് പ്രോസസ് ശരിക്കും കോൺസെപ്റ്റ് എന്താണെന്ന് അറിയുന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പം ഒരു സോൾവിങ് മെന്റാലിറ്റി. കാരണം ആദ്യമൊക്കെ നമുക്ക് അധികം ഇരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന ശേഷം ലോങ് അവേഴ്സ് ഇരിക്കുക, ഒരു കോൺസെൻട്രേറ്റ് ഇരിക്കുക, ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു സ്കില്ല് എനിക്ക് വന്നത് ശരിക്കും സൈലത്തിലെ 1 ഇയർ റിപ്പീറ്റിംഗ് ഇയർ കൊണ്ടാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് വന്ന ശേഷം കൂടുതൽ മാത്സ് ആണല്ലോ. ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാലും മാത്സ് ഒരു ഇതാണ്, ഒരു ബാക്ക് ബോൺ പോലെയാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും. പക്ഷെ എനിക്കത് ഇപ്പോൾ മാത്സ് എനിക്ക് സൈലത്തിൽ വഴി ആ സോൾവിങ് സ്കില്ല് കൊണ്ട് തന്നെ എനിക്ക് മാത്സ് ഇപ്പോൾ നല്ലൊരു ഈസിയാണ്. ഹലോ എവരി വൺ, ജെഇ എന്ന ഒരു പ്രസ്റ്റീജിയസ് എക്സാമിന് വേണ്ടി എന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ അന്ന് തുടങ്ങി NIT കാലിക്കറ്റ് ഒരു ഡ്രീം ക്യാമ്പസായി കൊണ്ടുവരുന്ന ശ്രീനന്ദാണ് ഇന്ന് നമ്മളോടൊപ്പം NIT കാലിക്കറ്റ് ക്യാമ്പസിലുള്ളത്. ശ്രീനന്ദിനോട് ചോദിക്കാം എന്തൊക്കെയാണ് ഈ ഒരു ക്യാമ്പസിലെ വിശേഷങ്ങൾ. സോ ശ്രീനന്ദിനെ സംബന്ധിച്ച് ജെഇ എക്സാമൊക്കെ എഴുതി ഡ്രീം ക്യാമ്പസാണ് ശരിക്കും പറഞ്ഞ NIT കാലിക്കറ്റ്. സോ NIT കാലിക്കറ്റിലേക്ക് എത്തിയ ശേഷം ശ്രീനന്ദിൻ്റെ ഡ്രീമിലെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഒന്ന് പറയാമോ? സാറ് പറഞ്ഞ പോലെ ഇപ്പം ജെഇ പ്രിപ്പയർ ചെയ്യുമ്പം ഞാൻ അത് വിചാരിച്ചിരുന്നു. ഇപ്പോൾ കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ എഞ്ചിനീയർ എടുക്കണം എൻ്റെ ഡ്രീം ആയിരുന്നു. ഒബ്വിയസ്ലി NIT കാലിക്കറ്റ് ആണ്. അപ്പോൾ അതുപോലെ ഡ്രീം ചെയ്ത് വന്ന കോളേജ് തന്നെയാണ് NIT കാലിക്കറ്റ്. അപ്പോൾ ഇവിടെ വന്ന ശേഷം നമുക്കറിയാം NIT പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ വിചാരിക്കും ഇവിടെ കൂടുതലും ഈ അക്കാഡമിക്സ് ഒക്കെ നല്ല കമ്പാരിറ്റീവ്ലി നല്ല ഹൈ ആയിരിക്കും വിചാരിക്കും. ഫുൾ ടൈം അക്കാഡമിക്സ് നല്ല പഠിക്കാനൊക്കെ ഉണ്ടാവും, നല്ല സ്ട്രെസ് ആവുന്നൊക്കെ വിചാരിച്ചാൽ. പക്ഷെ ഇവിടെ വന്ന ശേഷം ഫുള്ള് റിവേഴ്സ് മാതിരിയാണ്. കാരണം ഇവിടെ കൂടുതലും ഈ അക്കാഡമിക്സിന് പുറമെ നമുക്ക് ക്ലാസ് ഒക്കെ നമുക്ക് പല ആൾക്കാരും ബാച്ച് വൈസ് ഇപ്പം ഉച്ചയ്ക്ക് ശേഷം ഉണ്ട്, പിന്നെ ഒരു 4 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഫുള്ള് ഈ അക്കാഡമിക് എല്ലാതെ കാര്യങ്ങൾ, അതായത് ഈവൻറ്റ്സ് ഉണ്ടാവും, പല കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് NIT കാലിക്കറ്റ്. ഓക്കെ, അതായത് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റിലായിരിക്കും, മോർണിംഗ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് ഷിഫ്റ്റ്. ബാക്കിയുള്ള സമയം നമ്മുടെ സ്വന്തം നമ്മളിപ്പം ലൈഫ് സ്കിൽ ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പം ഈവൻറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ തത്വ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പം അതിന്റെ എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ ഈ മൊത്തം ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പം പറയാൻ ഇപ്പൊ 3rd ഇയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റുഡൻസ് ആണ് മൊത്തം ഓരോ ഇവന്റിന് ഓരോ സ്റ്റുഡൻസിനെ ഒരു കമ്മിറ്റി വരെയൊക്കെ ഫോം ചെയ്യും. അപ്പോൾ മൊത്തം കണ്ടക്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അതുവഴി നമുക്ക് ഉണ്ടാകുന്ന ലൈഫ് സ്കിൽസ്, നമുക്കുള്ള എക്സ്പീരിയൻസ്, ടൈം മാനേജ്മെന്റ്, റിസോഴ്സ് മാനേജ്മെന്റ്, അതൊക്കെ നമുക്കൊരു ഭാവിയിലേക്ക് ഒരു ഹെൽപ്ഫുൾ ആയ ഒരു സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് NIT കാലിക്കറ്റ്. ഇപ്പോൾ ശ്രീനന്ദ് എന്തായാലും ഇതിന് മുന്നേ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ആ എക്സ്പെക്റ്റഡ് ക്യാമ്പസ് തന്നെയാണോ NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്? അതെ, കാരണം നമ്മളിപ്പോൾ എന്തൊരു ജെഇ എടുക്കുമ്പോഴൊരു എയിം ഉണ്ടാവും. അങ്ങനെ തന്നെ NIT കാലിക്കറ്റിനാണ് വന്നത്. അപ്പോൾ NIT കാലിക്കറ്റ് നമ്മൾ അടുത്ത വീഡിയോസ് രാഗം, തത്വം, അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ തത്വം കഴിഞ്ഞേ ഉള്ളൂ. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇനി രാഗം ഇനി വരുന്നുണ്ട്, ഉഷാറാവുന്നതെന്ന് വിചാരിക്കുന്നു. തത്വം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതെ, ഓക്കെ. അപ്പോൾ സൈലത്തിലുണ്ടായിരുന്ന ഒരു വർഷം, ആ ഒരു വർഷം ഒരു റിപ്പീറ്റിംഗ് ലൈഫ്, അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലേണിംഗ് ഇയർ ആണെന്നുള്ളതിൽ ഡൗട്ടൊന്നുമില്ല. ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടുത്തെ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതെ, കാരണം ഇപ്പം 12th കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ബോർഡിന് വേണ്ടി പഠിച്ച് അങ്ങനെ വരുന്നൊരു അറ്റ്മോസ്ഫിയർ മാറിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലേക്ക് വന്ന ഇയർ ആയിരുന്നു സൈലം. അപ്പോൾ ആ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലേണിംഗ് പ്രോസസ് ശരിക്കും കോൺസെപ്റ്റ് എന്താണെന്ന് അറിയുന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പം ഒരു സോൾവിങ് മെന്റാലിറ്റി. കാരണം ആദ്യമൊക്കെ നമുക്ക് അധികം ഇരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന ശേഷം ലോങ് അവേഴ്സ് ഇരിക്കുക, ഒരു കോൺസെൻട്രേറ്റ് ഇരിക്കുക, ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു സ്കില്ല് എനിക്ക് വന്നത് ശരിക്കും സൈലത്തിലെ 1 ഇയർ റിപ്പീറ്റിംഗ് ഇയർ കൊണ്ടാണ്. അപ്പോൾ അത് ശരിക്കും തന്നെ ഈ ഇപ്പോൾ എഞ്ചിനീയറിംഗ് വന്ന ശേഷം കൂടുതൽ മാത്സ് ആണല്ലോ. ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാലും മാത്സ് ഒരു ഇതാണ്, ഒരു ബാക്ക് ബോൺ പോലെയാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും. പക്ഷെ എനിക്കത് ഇപ്പോൾ മാത്സ് എനിക്ക് സൈലത്തിൽ വഴി സോൾവിങ് സ്കില്ല് കൊണ്ട് തന്നെ എനിക്ക് മാത്സ് ഇപ്പോൾ നല്ലൊരു ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ഏതെടുത്തു കഴിഞ്ഞാലും മാത്സ് എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ടിംഗ് ടൂളാണ്. നമുക്ക് 4 മാത്സിന്റെ പേപ്പർ തന്നെയുണ്ട്, M1, M2, M3, M4 എന്നുള്ള പേപ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ 12th കണ്ടിന്യൂഷൻ പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ആ ഒരു വർഷത്തെ ലേണിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് മനസ്സിലായിടത്തോളം NIT കാലിക്കറ്റിലെ ആദ്യത്തെ ഇയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പരിധി വരെ കോർ സബ്ജക്റ്റുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. 2 കൊല്ലം മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒരു സെയിം ആയിരുന്നു, എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇയർ ആണ്. പക്ഷേ ഈ വർഷം തുടങ്ങിയപ്പം NIT കാലിക്കറ്റിൽ എസ്പെഷ്യലി കോർ സബ്ജക്റ്റുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ശ്രീനന്ദ് സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് ചൂസ് ചെയ്തേക്കുന്നത്. സോ ആ ഒരു കോർ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ഇയറിൽ?
കോർ ക്ലാസ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വരുന്നത് ഇപ്പം കൂടുതൽ ബിൽഡിംഗ്, അതായത് ഇപ്പം സിവിലായിട്ട് തന്നെ ബിൽഡിംഗ് അത് പിന്നെ മെക്കാനിക്സ് അതൊക്കെയാണ് കൂടുതൽ വരുന്നത്. അത് മെക്കാനിക്സ് കൂടുതൽ നമ്മൾ പഠിച്ച +1 + ഫിസിക്സ് ഓറിയന്റഡ് സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഇപ്പം വലിയ പ്രോബ്ലം തോന്നില്ല. പിന്നെ സാറുമാരുടെ ക്ലാസ് ഒക്കെ നല്ല ഇത് ഗ്രാജുവൽ ആയിട്ട് ഒരു കാര്യമാണ്. ഗ്രാജുവലി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ലെവലപ്പ് ആക്കി കൊണ്ടുതന്നെ വരും. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നൊരു ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം ഞാനൊരു NIT ആയതുകൊണ്ട് എനിക്ക് ഒരു പരിധി വരെ ആ ഒരു ആസ്പെക്ട് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്മൂത്ത് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും NIT കാലിക്കറ്റിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ വർഷത്തെ 2025 JEE എക്സാം എഴുതാൻ ആസ്പയർ ചെയ്യുന്ന NIT കാലിക്കറ്റിൽ വരണമെന്ന് ഡ്രീം ചെയ്യുന്ന കുറേ കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവസാനത്തെ 2 മാസം അല്ലെങ്കിൽ 2.5 മാസം ആ ഒരു സമയത്തെ നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം? എൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ എൻ്റെ കൂടുതൽ സ്ട്രോങ് ആയിരുന്ന ഏരിയ എന്ന് വെച്ചാൽ മാത്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്സ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പലയാളും പറയും നിങ്ങൾക്ക് 3 ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് കൂടുതൽ കെമിസ്ട്രി ഫോക്കസ് ചെയ്യാൻ പലയാളും പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം കൂടുതൽ സ്കോറിംഗ് സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി. പക്ഷെ എൻ്റെ കേസിൽ കെമിസ്ട്രി അത്ര വീക്ക് ആയിരുന്നു. കാരണം കൂടുതലും ഈ തിയറിനെയും കാട്ടി കൂടുതൽ ഈ ആപ്ലിക്കേഷൻ ലെവലും ഫിസിക്സ് മാത്സ് ഈ പ്രോബ്ലം സോൾവിംഗ് ആണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയും കൂടുതൽ മാത്സ് ആണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായത്. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്ട്രോങ് ആയ സബ്ജക്ട്സ് പിന്നെയും സ്ട്രോങ് ആക്കി നോക്കുക. അതായത് കെമിസ്ട്രി മൊത്തം വിടണമെന്നില്ല, ഏകദേശം ഒരു ബേസ് ഉണ്ടായിരിക്കണം. അതായത് അതിനകത്ത് കിട്ടാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങളും കിട്ടുവേണം. പക്ഷെ എന്ന് വെച്ചാൽ അത് മൊത്തം വിടണമെന്നില്ല. പക്ഷെ നമുക്ക് ഉള്ള സാധനം നമ്മൾ കയ്യിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ല. അതായത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സാധനം നമ്മൾ ഒന്നും കൂടെ സ്ട്രോങ് ആയി അതിന്റെ ഒരു ബേസ് നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ ഒരു ലെവൽ 6 ലെവൽ 7 ക്വസ്റ്റൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ലെവൽ 9 നമുക്കൊരു ലെവൽ 9 വരെ നമ്മളൊന്ന് സെറ്റ് ആക്കി കൊണ്ടുപോകാം. ഓക്കെ, ഇനി ഈ വർഷം JEE ഒക്കെ എഴുതി NIT കാലിക്കറ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന NIT ക്യാമ്പസ് ഡ്രീം ആയിട്ട് കൊണ്ടുനടക്കുന്ന സ്റ്റുഡൻസിനോട് ശ്രീനന്ദൻ എന്താണ് പറയുന്നത്? ഈ 2 മാസത്തെ ഒരു എഫേർട്ട് എത്രത്തോളം വർത്തായിരിക്കും? ഇപ്പം നിങ്ങൾ ഈ കൊല്ലം ചെയ്യുന്ന ഒരു എഫേർട്ട് ഉണ്ട്. നിങ്ങൾ പല ഇവൻറ്റ്സും മാറ്റി വെച്ച് ഒരു കൊല്ലം മൊത്തം ഒരു എക്സാമിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ഇതാണ്. നിങ്ങൾ പല സാക്രിഫൈസും ചെയ്യുന്നുണ്ടാവും. ആ സാക്രിഫൈസ് നിങ്ങൾ എടുക്കുന്ന മൊത്തം എഫേർട്ടും ഈ കാലിക്കറ്റ് ക്യാമ്പസ് നിങ്ങൾക്ക് വെർത്തിട്ടായി നിങ്ങൾക്ക് തോന്നിയിരിക്കും. അത് ഉറപ്പാണ്. എന്തായാലും ശ്രീനന്ദിൻ്റെ ഇനിയുള്ള ലൈഫിലേക്ക് NIT കാലിക്കറ്റ് എന്തായാലും ഒരു കോൺട്രിബ്യൂഷൻ, വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തുന്നതിൽ ഡൗട്ടൊന്നുമില്ല. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, എല്ലാം ഉഷാറാവട്ടെ. താങ്ക് യു സാർ.